ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങളെ തളർത്താനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് 5 ഓഫ് വാൻഡ്സിൻ്റെ ഒരു കാർഡാണ്. ഇത് ശരിക്കും ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളുടെ ചുറ്റും കുറേ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കറിയാത്ത കുറേയേറെ മത്സരങ്ങൾ നിങ്ങളുടെ ചുറ്റിനും ഉണ്ടെന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് നിങ്ങളോട് കോമ്പറ്റേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അവർ തമ്മിൽ കോമ്പറ്റേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരാൻ നോക്കുന്നതായിരിക്കാം, എങ്ങനെയാണെങ്കിലും. അപ്പം അതൊരു തുറന്ന രീതിയിലുള്ള ഒരു ശത്രുതയല്ല നമുക്ക്. അതായത് ഇപ്പോൾ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇയാൾ എൻ്റെ ശത്രുവാണ് എന്ന് നമുക്കും അറിയാം, ആ ഒരു പേഴ്സണും അറിയാം, ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എൻ്റെ ശത്രുവാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. ആ തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ചിലർ നിങ്ങളെ ഒരു ട്രീറ്റ് ആയിട്ട് കാണുന്നു. അതുകൊണ്ട് ചെറിയൊരു എനർജി ക്ലാഷസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ സെക്കൻഡ് വരുന്നത് 7 ഓഫ് സോഡ്സിൻ്റെ ഒരു കാർഡാണ്. ഇവിടെ ശരിക്കും ഒരു മറഞ്ഞിരിക്കുന്ന ഉദ്ദേശം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് നേരിട്ട് പറഞ്ഞു തരുന്ന ഈ ഒരു കാർഡ് നമുക്ക് നേരിട്ട് പറഞ്ഞു തരുന്നത് ആരോ ഒരാൾ കാര്യങ്ങൾ തുറന്നു പറയാതെ പിന്നിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ശ്രമം ഇതൊരു വലിയ ദോഷം നിങ്ങൾക്ക് നൽകില്ല എന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ട്രസ്റ്റ് ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം. ആ ഒരു ട്രസ്റ്റിൽ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ആ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന ഗൈഡൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം പിന്നെ വരുന്നത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങളുടെ ഒരു എനർജി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഒരു എംപത്തറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ എനർജീസ് ഒക്കെ എളുപ്പം നിങ്ങളിലേക്ക് അബ്സോർബ് ചെയ്ത് വരാനായിട്ട് ഉള്ളൊരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആകാം നിങ്ങളെ തളർത്തുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മളിവിടെ പറയുകയാണെങ്കിൽ സിമ്പതി, എമ്പതി രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാളുടെ ഒരു വിഷമോ അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നമോ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും അപ്പോൾ അത് കേൾക്കുമ്പോൾ വളരെയധികം ഒരു മോശമായ സിറ്റുവേഷനിലൂടെയാണ് ഒരു പേഴ്സൺ കടന്നു പോകുന്നത്, കഷ്ടമുണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ ഒരു സിമ്പതി തോന്നാം. പക്ഷെ എമ്പതി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പേഴ്സൻ്റെ ഒരു പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങളൊക്കെ നമ്മുടേതായിട്ട് സങ്കല്പിച്ച് നമ്മൾ അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കുന്നു, അവരോടൊപ്പം ചേർന്ന് അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് പ്രവർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ എമ്പതറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നാണ് കാണുന്നത്. അപ്പം ആ ഒരു ടൈമിൽ അവരുടെ പ്രശ്നങ്ങൾ നമ്മുടേതുപോലെ നമ്മൾ കാണുകയും നമ്മുടേതാക്കി നമ്മൾ കൊണ്ടെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് വരും. നമുക്ക് വളരെയധികം ആൻസൈറ്റിയും ടെൻഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളുടെ എനർജി നമ്മളിലേക്ക് തനിയെ അബ്സോർബായി വരും. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളും കൂടി നിങ്ങളുടെ തലയിൽ എടുത്തു വെച്ച് നിങ്ങൾ ഓടാൻ തുടങ്ങും. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത്തരത്തിലൊരു എനർജിയാണ് നിങ്ങളുടെ കാണുന്നത്. അപ്പം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വെച്ചിട്ട് നിങ്ങൾ അതിനെ ഓർത്ത് വിഷമിക്കുകയും ടെൻഷൻ അടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ തളർന്നു പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവർ ഉണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളെ തളർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 9 ഓഫ് വാൻഡ്സ്, നിങ്ങൾ ഇതിനകം തന്നെ ഒരു സബ് കോൺഷ്യസ് ആയിട്ട് ഒരു അതിർവരമ്പ് നിങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ടുണ്ട്. അതായത് പഴയ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു, നിങ്ങൾ ഒത്തിരി എമ്പത്തറ്റിക് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളിലേക്ക് പോയി, പ്രശ്നങ്ങളിലേക്ക് പോയി, അതൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ട് തന്നെ കുറച്ച് നിങ്ങൾ ഒരു ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്ത്, ഇല്ല ഞാൻ ഇത്രയും അങ്ങോട്ട് അവരുടെ കാര്യത്തിലേക്ക് ഇറങ്ങിച്ചേരേണ്ട ആവശ്യമില്ല, എൻ്റെ കാര്യങ്ങൾക്കാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്രയും അങ്ങോട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഇറങ്ങിച്ചെന്ന് ആ പ്രശ്നം എടുത്ത് എൻ്റെ തലയിൽ വെക്കണം, ഞാനിനി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കുറച്ചൊന്ന് നിങ്ങളെ ബിൽഡ് ചെയ്ത് മാറ്റാനായിട്ട് നിങ്ങൾക്ക് തന്നെ സാധിച്ചിട്ടുണ്ട്. അത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വന്നതുകൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് മൂൺ കാർഡ് വരുമ്പോഴത്തേക്കും ഒരു
കൺഫ്യൂഷനും ഇൻഡ്യൂഷനും ഒക്കെ തന്നെയാണ്. ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾക്കൊരു ഫീലിങ്സ് ഉണ്ട്, ഒരു ഗട്ട് ഫീലിങ്സ് ഉണ്ട്, എന്തോ ശരിയല്ല, അല്ലെങ്കിൽ എന്തോ ഒരു തോന്നല് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാനുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ ശരിയല്ല എന്നൊക്കെ. പക്ഷെ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ആ ഒരു തോന്നലുകളെയൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ്, നിങ്ങൾ അവഗണിച്ച് വിടുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുമായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഗട്ട് ഫീലിങ്സ് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ഇൻഡ്യൂഷൻസ് വരുന്നുണ്ട്, ഇത് ശരിയല്ല, ഈ ഒരു സിറ്റുവേഷനിലല്ല ഞാൻ നിൽക്കേണ്ടത്, ഞാൻ ഇവിടുന്ന് എസ്കേപ്പായി പോകണം, അല്ലെങ്കിൽ എന്തോ ഒന്ന് വരുന്നുണ്ട്, അത് നമ്മളത് കരുതിയിരിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം എന്നൊക്കെയുള്ള ഒരു ഇൻഡ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ ഒരു ഇൻഡ്യൂഷൻസിനെ ഒക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയും നേരെ ഡയറക്റ്റ് പോയി ആ പണി വാങ്ങിക്കുകയുമാണ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ഇൻഡ്യൂഷനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്, അതിനെ അവഗണിക്കരുത്. ആ ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നത് അതൊരു സൈനായിട്ട്, യൂണിവേഴ്സിന്റെ ഒരു സൈനായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ നോക്കി ജാഗ്രതയോടെ നിൽക്കണം. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് പേജ് ഓഫ് സോഡ്സ് ആണ്. പേജ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആരോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല രീതിയിൽ ഒരു കാമായിട്ട് നിന്ന് നിങ്ങളെ ആരോ നിരീക്ഷിക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതൊരു ചിലപ്പോൾ കുറച്ച് ആളുകൾക്ക് ഒരു അസൂയ കൊണ്ട് നിങ്ങളെ നിരീക്ഷിക്കുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതെന്ത് ക്യാരക്ടറാണ്, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണല്ലോ എന്ന രീതിയിൽ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നിങ്ങളെ നിരീക്ഷിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആളുകൾ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, പിന്നെ 10 ഓഫ് വാൻസിന്റെ ഒരു എനർജി വരുന്നുണ്ട്. അപ്പം ഇവിടെയും ഒരു എനർജി ഡ്രെയിൻ ആയി പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു തളർച്ച തോന്നുന്നുണ്ടെങ്കിൽ അത് ഇമോഷണൽ ഓവർലോഡ് കൊണ്ടാകാം. എല്ലാം ഒരു പുറത്തുനിന്നുള്ള അറ്റാക്ക് കൊണ്ടോ മറ്റുള്ളവരുടെ ഒരു ഫോഴ്സസ് കൊണ്ടോ ഒന്നും ആകണമെന്നില്ല. കൂടുതലും നിങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ നമുക്കൊരു ശത്രു ഉള്ളതായിട്ട് ഇതുവരെയുള്ള കാർഡുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇമോഷൻസുകൾ കൊണ്ട് ഒരു ഇമോഷൻസ്, മറ്റുള്ളവരുടെ ഇമോഷൻസും കൂടി നിങ്ങൾ എടുത്തു വെച്ച് നിങ്ങളുടെ ഇമോഷൻസും കൂടി എടുത്തു വെച്ച് അങ്ങനെ ഒരു ഓവർലോഡായിട്ട് ഇമോഷൻ ചുമക്കുകയാണ് നിങ്ങൾ. അത് ആണ് നിങ്ങളെ കൂടുതലായിട്ടും ഒരു തളർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ എനർജി മൊത്തം നഷ്ടപ്പെടുത്തി കളയുന്നത് ആ ഒരു വഴിക്കാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാം അല്ലാതെ ഒരു പുറത്തുനിന്നൊരു ശത്രു ഡയറക്റ്റ് വന്ന് ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ജസ്റ്റിസ് കാർഡാണ് വന്നത്. അത് ഒരു കാർമിക് ബാലൻസ്, നിങ്ങളെ നശിപ്പിക്കാൻ ആരെങ്കിലും പുറത്തുവന്ന് ശ്രമിച്ചാലും അത് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നാണ് കാണുന്നത്. അവിടെ ഒരു കാർമിക് ബാലൻസ് ഉള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനെ ഓർത്ത് നിങ്ങൾ യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. നിങ്ങളുടെ ഇമോഷൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് തളർച്ചകൾ ഉണ്ടാകാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും കൂടി എടുത്ത് നിങ്ങളുടെ തലയിൽ വെച്ചിട്ട് നിങ്ങൾ അത് ചുമന്നുകൊണ്ട് നടന്ന് ചിന്തിച്ച് ഓവർ തിങ്കിങ് ചെയ്ത് നെഗറ്റീവ് തിങ്കിങ് ചെയ്ത് ഉറക്കമില്ലാതെ ആൻസൈറ്റി, ടെൻഷൻ ഇതിലേക്കൊക്കെ പോയി നിങ്ങൾ അങ്ങനെ തളർച്ചയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഒരിക്കലും നിങ്ങളെ ഒരു കാലത്തും ഒന്നും ചെയ്യാനാവില്ല എന്നാണ് നമുക്ക് കാണുന്നത്. ഒരു കാർമിക് ബാലൻസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്ന്, ആ ഒരു കാർമിക് ബാലൻസ് ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ. പിന്നെ കിങ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജി, ഇതൊരു സ്റ്റെബിലിറ്റി, അതായത് എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനായിട്ടാണ് നിങ്ങൾ പലപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഒത്തിരി ഒരു എളിമയോടെ നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് നിങ്ങളിലേക്ക് വളരെയധികമായിട്ട് കടന്നു വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ കാമായിട്ടിരിക്കുക, ക്വയറ്റായിട്ടിരിക്കുക, പക്ഷെ ഒത്തിരി ഒരു താഴ്ന്ന രീതിയിൽ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് കുറച്ചൊന്ന് ബോൾഡായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇമോഷൻസിന്റെ പുറകെ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങളെ അത് എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളെ ഒരിക്കലും അത് തളർത്തിക്കളയില്ല എന്നുള്ളതാണ്. 3 ഓഫ് കപ്സ് ആണ് പിന്നെ വരുന്നത്. നിങ്ങളുടെ സർക്കിളിലുള്ള എല്ലാവരും ഒരു ജെന്യുവിൻ അല്ല എന്നുള്ള ഒരു സൂചന നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു അവയർനെസ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരെ ഓരോരുത്തരെ സംശയിക്കേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ ഞാനിനി ഫ്രണ്ട്സും വേണ്ട, കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് എല്ലാവരുടെ ആരെയാണ് എന്നെ പറ്റിക്കാന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ സർക്കിളിലുള്ള എല്ലാവരും ജെന്യുവിൻ അല്ല എന്നൊരു സൈൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
എനിക്കിനി ഫ്രണ്ട്സ് വേണ്ട, ആരും വേണ്ട, അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്ക് പോകാതെ ഉൾവലിയാതെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് അവെയർ ആയിട്ടിരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ് നമുക്ക്. അപ്പൊ പുറത്തു നിന്നുള്ള ഒരു ഫോഴ്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർഡിലാണ് നമുക്ക്. അപ്പൊ ഫ്രണ്ട് സർക്കിളിനുള്ളിൽ ഒരു എല്ലാവരും ജെനുവിൻ അല്ല എന്നൊരു കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ സ്ട്രെങ്ത് കാർഡാണ് നമുക്ക് വരുന്നത്. അപ്പം നിങ്ങളുടെ ഒരു കാം കോൺഫിഡൻസ് അതാണ് ഇവിടെ വേണ്ടത്. ആ ഒരു കാം കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഷീൽഡ് പോലെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിക്കോളും. ആരും നിങ്ങളിലേക്ക് കടന്ന് അറ്റാക്ക് ചെയ്യില്ല, നിങ്ങളെ തളർത്തിക്കളയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ 4 ഓഫ് പെന്റക്കിൾസ്, ബൗണ്ടറീസ്, എനർജിയുടെ ബൗണ്ടറീസ് നിർണ്ണയിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും ആക്സസ് കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് കൂടുതലും വന്നിരിക്കുന്ന കാർഡുകളിലൊക്കെ അതെ, മറ്റുള്ളവർ നിങ്ങളിലേക്ക് വന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിൽ കൂടി നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളാണ് പറഞ്ഞു തീർക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയി, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പോകുവാണെങ്കിൽ അവർ പോകട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളാണ് അത് ഡീൽ ചെയ്യേണ്ടത്. അല്ലാതെ പുറത്തുനിന്നുള്ള മൂന്നാമതോ നാലാമതോ വരുന്ന ആൾക്കാരോ ഫാമിലീസോ ഫ്രണ്ട്സോ ഒക്കെ വന്നിട്ട് കാര്യങ്ങൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ പുറകെ ഫോളോ ചെയ്ത് പോകാതിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഡിസിഷൻസ് വേണം. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ചിട്ട് ഇനി മുന്നോട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പോവുക. അല്ലാതെ മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് അവരുടെ പുറകെ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കും. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നു, അപ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കാനേ പറ്റുന്നില്ല. പക്ഷെ മറ്റുള്ള ആളുകൾ പറയുകയാണ് അത് അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാട്ടോ, ഇന്ന പോലെയൊക്കെ വന്നതുകൊണ്ടാണ്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കാനായിട്ടോ യാതൊരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് പോകരുത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ബിഹേവിയർ, ക്യാരക്ടർ എല്ലാം നോക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. മറ്റു വ്യക്തികൾ നിങ്ങളിലേക്ക് വരികയും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇമോഷണലി ഒത്തിരി ഡ്രെയിൻ ആയിട്ട് നിങ്ങളുടെ എനർജി അവരിലേക്ക് പോയി നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനൊക്കെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാം കോൺഫിഡൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഇതൊക്കെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ആക്സസ് കൊടുക്കരുത് എന്നും യൂണിവേഴ്സിനോട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഏസ് ഓഫ് സോഡ്സ് ആണ് നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ്. ഒരു കാലക്രമേണ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാകും. അതായത് കുറേ പണികളൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ് ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും ആരാണ് ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്, ആരാണ് നിങ്ങളെ ഊറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു സമയം വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിൽ നിങ്ങളെ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്ന വലിയ ഒരു ശത്രു എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. അതായത് ഒരു പേഴ്സൺ ഇങ്ങനെ ഉണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. പക്ഷെ കുറച്ച് ആളുകൾ ഒരു ജലസി, അസൂയോടുകൂടിയും ഒരു കമ്പാരിസൺ, അത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക, അങ്ങനെ നിങ്ങളെ മറിഞ്ഞു നിന്നൊക്കെ ഹിഡൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ തളർച്ചയുടെ ഏറ്റവും വലിയ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി ഓവർലോഡഡ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒത്തിരി ഇമോഷണലി നിങ്ങൾ വളരെയധികം തളർന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇമോഷണൽ സെൻസിറ്റിവിറ്റി കൊണ്ടാണ് നിങ്ങൾക്കിത് സംഭവിക്കുന്നത്. നിങ്ങൾക്കൊരു എനർജി ഡൗൺ ആയി പോയി നിങ്ങളൊരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് കുറഞ്ഞു പോകുന്നതിന് കാരണമായിട്ട്, തളർന്നു പോകുന്നതിന് കാരണമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് നമുക്ക് ഓൾറെഡി പറഞ്ഞു തന്നു. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് വളരെ ശക്തമാണ് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഇൻറ്റ്യൂഷൻസ്, നിങ്ങളുടെ തോന്നലുകൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു യൂണിവേഴ്സൽ മെസ്സേജ് കിട്ടുന്നുണ്ട്. പിന്നെ ബൗണ്ടറീസ് വെക്കുക. എല്ലാ പേഴ്സണലായ കാര്യങ്ങളും എല്ലാവരോടും എടുത്തു പറയേണ്ടതായിട്ടില്ല. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് പേഴ്സണലായിട്ട് ഉള്ള രീതിയിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ വിട്ടിട്ട് പോരാനായിട്ട് ശ്രമിക്കുക. ഒരാളുടെ പ്രശ്നങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ പ്രശ്നങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു പ്രശ്നം വന്നു, അത് പേഴ്സണലായിട്ട് ഞാൻ എടുത്തുകൊണ്ട് എനിക്ക് അയ്യോ അവരത് ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്, ഇത് ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്, അങ്ങനെ പറഞ്ഞ് നമ്മൾ ആ ഒരു ഇമോഷൻസ് എടുത്ത് തലയിൽ വെച്ച് ആൻസൈറ്റി, ഓവർ തിങ്കിങ് ഇതൊക്കെ ചെയ്ത് ടെൻഷൻ അടിക്കുന്ന വ്യക്തികളുടെ എനർജീസ് ഒത്തിരി നമുക്കിത് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, അതവിടെ വിടുക എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്, ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവരെ ഈ ഒരു ഇങ്ങനെ തളർത്താനായിട്ട്
കുറച്ച് ആളുകളോ സിറ്റുവേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തളർത്താൻ ശ്രമിക്കുന്ന ആളുകളെ തിരിച്ചറിയാനായിട്ട് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സിമ്പിൾസോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ചില സംസാരങ്ങളിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അവര് ഈ ഇത്തരത്തിലുള്ള ഞാനിപ്പോൾ പറഞ്ഞു ജെലസി ഉണ്ട്, കമ്പാരിസൺ ഉണ്ട്, മാറി നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ആളുകളുണ്ട് നിങ്ങളുടെ ചുറ്റും ഞാൻ പറഞ്ഞു. അപ്പൊ അവര് നേരിട്ട് നിങ്ങളെ വിമർശിക്കില്ല. പക്ഷെ അവളാകട്ടെ അവനാകട്ടെ ഇത്ര ഒരു നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് കേട്ടോ എന്ന രീതിയിൽ പറയില്ല. അവർ ജസ്റ്റ് മാറി നിന്ന് നല്ല രീതിയിൽ നിങ്ങളെ കമ്പയർ ചെയ്യും. എന്നിട്ട് ഇത് നിങ്ങളിൽ ഒരു ചെറിയൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇടവരുത്തും എന്നുള്ളതാണ്. അതായത് ഇതത്ര നല്ലതല്ലല്ലേ, ആ ഒരു രീതിയിൽ ഇതത്ര നല്ലതല്ലെന്ന് തോന്നുന്നല്ലേ, ആ ഒരു രീതിയിൽ അവരെ പറഞ്ഞു വെക്കുകയും അങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാകുകയും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള സംസാരങ്ങൾ വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക ഇത് നിങ്ങളെ തളർത്താനായിട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന സംസാരങ്ങളാണ്. പിന്നെ ഒരു പകുതി സപ്പോർട്ട് തരുന്ന എനർജി, അതായത് മുന്നിൽ സപ്പോർട്ടായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ സപ്പോർട്ടായിട്ട് കാണിക്കും, കട്ടയ്ക്ക് ഞാൻ കൂടെ ഉണ്ട് എന്ന രീതിയിൽ ആ ഒരു പേഴ്സൺ നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നിൽ നിങ്ങൾ മുന്നേറുമ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ലോ എനർജിയിലേക്ക് മാറിയിട്ട് ഒരു വലിയ ഹാപ്പി ഇല്ലാത്ത രീതിയിൽ നിൽക്കും. മുന്നിൽ ഒരു സമയത്ത് അവർ പറയും ഞാൻ നിന്റെ കൂടെ എല്ലാത്തിനുണ്ട്, ഞാൻ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യും, എല്ലാം ചെയ്യും, സപ്പോർട്ടൊക്കെ പോലെ കാണിക്കും. പക്ഷെ നിങ്ങൾ ഒരു സ്ഥലത്ത് വന്ന് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടായി എന്ന് കാണുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ പുറകോട്ട് വരും. അപ്പൊ നിങ്ങളുടെ സക്സസ്സിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു സന്തോഷം ഈ ഒരു വ്യക്തിക്ക് കാണില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരും ഒരു നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് ഇഷ്ടപ്പെടുന്ന വ്യക്തികളല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. പിന്നെ ഓവർ ക്യൂരിയോസിറ്റി കാണിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് ചില പ്ലാൻസ് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ ചെകഞ്ഞ് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അധികം എല്ലാത്തിനെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണൽ പ്ലാനുകൾ, എല്ലാ കാര്യങ്ങളും അവർ അധികമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കും. പക്ഷെ അവരുടെ കാര്യങ്ങളൊന്നും അവർ ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു എനർജി ഇംബാലൻസ് ഇവിടെ വരും. അതാണ് നമുക്ക് അത് ഒഴിവാക്കണം. അപ്പൊ അങ്ങനെ വരുന്ന ആളുകളെയും നമ്മൾ മനസ്സിലാക്കണം. ഇവരും നമ്മുടെ ഒരു എനർജി ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ആളുകളാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ചില ആളുകളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് എനർജി വരുന്ന പോലെ, നമ്മളൊരു പോസിറ്റീവ് ആകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതുവരെ വളരെ ക്ഷീണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ കുറച്ച് എനർജറ്റിക് ആയിട്ട് തോന്നും. അതേപോലെ തന്നെ ചില ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ കാരണമില്ലാതെ നിങ്ങൾക്ക് വളരെയധികം ക്ഷീണം തോന്നുകയും നിങ്ങൾക്കൊരു കൺഫ്യൂസായി ഒരു സ്റ്റേജ് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും. ഇത് ഒരു എനർജി ഡ്രെയിൻ ആകുന്നതിൻ്റെ ഒരു സൂചനയാണ്. അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ, അതായത് നിങ്ങളെ ഒരു കാര്യമൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, അത് നിനക്ക് പറ്റുമോ എന്ന രീതിയിൽ ഒരു സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇത് ഈ ഒരു പേഴ്സൺ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണം കേട്ടോ, നിനക്കത് പറ്റുമോ, ആ ഒരു രീതിയിലൊക്കെ അതായത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴേക്ക് കളയുന്ന ആളുകൾ എന്ന രീതിയിൽ കോൺഫിഡൻസ് കുറയ്ക്കും. നിനക്ക് പറ്റുമോ അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഓക്കെ ശരിയാണല്ലോ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവരെന്നെ ഇങ്ങനെയാണല്ലോ വിലയിരുത്തിയിരിക്കുന്നത് എന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴും ഇങ്ങനെയുള്ളതും നിങ്ങളുടെ ഒരു എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആളുകളാണ്. അവരെയും അതൊക്കെ യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഒരു സയൻസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ളവരാണ് നിങ്ങളെ തളർത്താനായിട്ട് നിൽക്കുന്ന ആളുകളെന്ന് മനസ്സിലാക്കണം. അപ്പം മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പുകൾ പറയുന്ന ആളുകളെ അപ്പൊ അങ്ങനെയുള്ളവരെയും ഒന്ന് ശ്രദ്ധിക്കാം. വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ഇവർ നമ്മളിലേക്ക് വരികയും ഗോസിപ്പ് ഒരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ നമ്മളിലേക്ക് പകർന്നു തരുന്ന ആളുകളുണ്ട്. അപ്പൊ ഓർക്കുക, അവര് മറ്റുള്ളവരെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ മറ്റുള്ളവരോടും പോയി സംസാരിക്കുന്നുണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതും അത്തരം ആളുകളെയും നമ്മൾ സൂക്ഷിക്കണം. അവരെയും മാറ്റി നിർത്തപ്പെടേണ്ട ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സയൻസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. എന്നിട്ട് ഇത് ഒരു ശത്രു, ഇങ്ങനെ പെരുമാറുന്ന ആളുകൾ ഒരു ശത്രു എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യങ്ങളില്ല എന്ന് മനസ്സിലാക്കാം. ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ആയിട്ട് ഇതിങ്ങനെ വന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടാണോ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുക. അപ്പൊ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഇവിടെ വലിയൊരു ഗൈഡാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ആ ഒരു ഇൻഡ്യൂഷൻസ് നോക്കിയിട്ട് വേണം നമ്മൾ ആളുകൾ നമ്മുടെ അടുത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിനൊത്ത് സന്തോഷിക്കാൻ കഴിയുന്ന ആളുകളെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നമുക്കൊരു നല്ലൊരു സന്തോഷവും ഗ്രോത്തും പീസും ഒക്കെ കിട്ടുള്ളൂ. പിന്നെ
ഒരു ഇങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹകരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് കാമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് നിന്നാൽ മതി. അല്ലാതെ അവരൊരു വലിയ ഒരു ശത്രുവായിട്ട് കാണേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അവരോട് ഇപ്പോൾ നമ്മളൊരു പ്രശ്നമുണ്ട്, അല്ലെ ഒരു വ്യക്തി ഒരു പ്രശ്നമാണ്, അല്ലെ സാഹചര്യമൊക്കെ പ്രശ്നമാണ്, ആ ഒരു സമയത്ത് എനിക്കിത് ഇഷ്ടമായില്ല എന്ന് നേരിട്ട് അങ്ങനെ നേരിട്ട് പറയുക. അല്ലാതെ ആരോ നിങ്ങളെ വേദനിപ്പിച്ചു, ആ ഒരു വേദനയിൽ ഉള്ളിൽ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് ഇതെനിക്ക് ഇഷ്ടമായില്ല എന്ന് നേരിട്ട് പറയാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇതെല്ലായ്പ്പോഴും ഒരു വഴക്കെന്ന രൂപത്തിലല്ല, ശാന്തമായിട്ടും വ്യക്തമായിട്ടും കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്ന ഗൈഡൻസ്. ആ ഒരു രീതിയിൽ കാമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. Clues related to this reading. Okay, clues related to this reading. Okay, first clue നമുക്ക് കിട്ടുന്നത് feels past life connection എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത്. പേഷ്യൻസ്, വളരെ ക്ഷമയുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ക്ഷമയുള്ള ഒരാളാകാനുള്ള ചാൻസ് ഉണ്ട്. പാലക്കാട് ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ട്രൂ ലവ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നു. ദിസ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വിത്തിൻ 72 hours അതും ഒരു പോസിബിലിറ്റിയാണ്. ജൂലൈ മന്ത്, റൈഡിങ്, ലെറ്റർ പി, നമ്പർ 2, ആക്ടിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2005, നമ്പർ 22, നമ്പർ 32, ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ യു, 1977 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 39, ഓറഞ്ച് കളർ, 1980 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന ആ ഒരു പേഴ്സണൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാകാനുള്ള ചാൻസ് ഉണ്ട്. 1987 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 1997 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 36 നമുക്ക് കിട്ടുന്നുണ്ട്. അക്കൗണ്ടന്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 45, പെയിന്റിങ്, പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം. 2000 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 2004 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 45, ബേക്കർ, ബേക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള ആളുകളോ ബേക്കറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ ഇ നമുക്ക് കിട്ടുന്നുണ്ട്. ഓഗസ്റ്റ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2002 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ഗെയിമിങ്, ഓക്കെ. അതുപോലെ ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ ഐ, ലൈക്സ് ട്രാവലിംഗ്, ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലാക്ക് കളർ ആയിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിലുള്ള ആ ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.